ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്കൊരു 25K'ക്കുള്ളിൽ തന്നെ ഒരു ഗെയിമിംഗ് PC ബിൽഡാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ത്രിപിൾ ടൈപ്പിക്കൽ ഗെയിംസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനും GTA 5 റോൾ പ്ലേയും ഒക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നിട്ട് കളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു PC സെറ്റപ്പാണ്. ഇത് CPU മാത്രമേ ഉള്ളൂ. CPU മാത്രം വെച്ചാൽ CPUവിൻ്റെ കമ്പോണൻസും നമുക്ക് CPUവിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഗെയിമും ഒരു 60 എബോവിന് മേളിൽ തന്നെ കളിക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ഗെയിമിംഗ് PC ബിൽഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ PC സെറ്റ് ചെയ്യാനുള്ള കമ്പോണൻസ് ഒന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആമസോണിലെ വെബ്സൈറ്റിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധനങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ നമുക്ക് നോർമൽ ലോക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ റേറ്റ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും ലോക്കൽ ഷോപ്പിൽ. ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ ഓൺലൈനേക്കാളും റേറ്റ് കുറയാൻ ചാൻസ് കൂടുതലാണ്, കാരണം PCയുടെ കാര്യത്തിൽ. അപ്പം നിങ്ങൾക്ക് അതും കൂടെ ചെക്ക് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഈ PCയുടെ പ്രൈസ് പറയുന്നത് വെച്ചാൽ കറക്റ്റ് ഇന്നത്തെ ഡേറ്റ് ആണ്. ഇന്നത്തെ ഡേറ്റ് 24/10/2020 ഈ കറക്റ്റ് ഞാൻ ഈ PCയുടെ പ്രൈസ് പറയുന്നത്. ഇന്നത്തെ എന്തെങ്കിലും നാളെ വ്യത്യസ്തങ്ങളോ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, കാരണം ഇന്നത്തെ റേറ്റ് ആണ് ഞാൻ ഏകദേശം പറയുന്നത്. ഏകദേശം 1 മാസം 2 മാസത്തിൽ ഈ റേറ്റ് ഏകദേശം അവിടെ തന്നെ നിൽക്കുമായിരിക്കും. നമുക്കൊരു പിടുത്തമില്ല, നോക്കാം. നമ്മുടെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ് സ്പോർട്സിൻ്റെ ICE 120 AG മിഡ് ടവർ ഗെയിമിംഗ് ഒരു കേസാണ്. അത്യാവശ്യം നമുക്ക് ഒരു മിഡ് ടവർ കേസ് ആണ്. അത്യാവശ്യം നമുക്ക് ATX മദർബോർഡ് മിനി ATX മദർബോർഡ് ഒക്കെ നമുക്ക് സുഖമായിട്ടിനകത്ത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഹാൻഡാക്കിൻ്റെ ഇതാണ്. ഏകദേശം 2,449 രൂപ മാത്രമേ വിലയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മദർബോർഡാണ്. അസ്യൂസിൻ്റെ പ്രൈം A320M മദർബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് AMDയുടെ CPUs ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മദർബോർഡാണ് ഓക്കെ ഈ ഒരു മദർബോർഡ്. CPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന CPU എന്ന് വെച്ചാൽ AMDയുടെ 3200G എന്ന് പറഞ്ഞ Ryzen 3 എന്ന് പറഞ്ഞൊരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 4 കോർ 4 ത്രെഡ് ടൈപ്പ് മദർബോർഡാണ്. നമുക്ക് ഇതൊരു മദർബോർഡെന്ന്. പിന്നെ നമ്മൾ റാം നോക്കിയെന്ന് വെച്ചാൽ ക്യൂഷനിലെ 8GB DDR4 ടൈപ്പ് റാമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ബേസിക് റാമാണ്. ബേസിക് റാം എന്ന് വെച്ചാൽ അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള ഹീറ്റ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു 2400 MHz ഒരു നോർമൽ റാം തന്നെയാണ്. പക്ഷേ 8GB നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം നമുക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു കോഴ്സിൻ്റെ വെഞ്ചസിൻ്റെ 3000 MHz മേളിലോട്ടുള്ള എല്ലാ റാമും യൂസ് ചെയ്യാം. കൂടുതൽ APU ആണെങ്കിൽ മാക്സിമം 16GB തന്നെ യൂസ് ചെയ്യാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇത് ബഡ്ജറ്റ് ബിൽഡായതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് നന്നായിട്ട് ഒരു 25K'ക്കുള്ളിൽ തന്നെ ചെയ്യണമെങ്കിൽ ഈ ഒരു റാമാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ SSDയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഹാർഡ് ഡിസ്ക് ഈ ഒരു ബിൽഡ് വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SSD മാക്സിമം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെമ്മറിയുള്ള SSD നമ്മളിപ്പോൾ 480GBയുടെ കിങ്സ്റ്റോണിൻ്റെ SSD ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ SSD കൊണ്ട് നമുക്ക് അത്യാവശ്യം വളരെ കൂടുതൽ ഫയൽസ് അല്ല, എന്നാലും അത്യാവശ്യം വേണ്ട ഫയൽസും ഗെയിംസും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇതിന് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു HDD 1TBൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് കൂടെ മേടിച്ച് വെക്കുന്നതായിരിക്കും ഇൻറ്റേർണൽ. പിന്നെ PSUവിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ടെർമോടെക്കിൻ്റെ ലൈറ്റ് പവർ 450 വാട്ടിൻ്റെ ഒരു PSU ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് തന്നെ നമുക്കൊരു കാര്യയുടെ മെയിൻ റാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കാര്യം വെച്ചാൽ ഇതൊരു 80 നമുക്ക് PSU മേടിക്കാൻ എപ്പോഴും നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ 80+ സർട്ടിഫിക്കേഷനുള്ള ബ്രോൺസ് സർട്ടിഫിക്കേഷൻ മിനിമയിലുള്ള നമുക്കൊരു PSU വേണം എടുക്കാൻ. പക്ഷേ ഇവിടെ ബഡ്ജറ്റ് കാരണം ഞങ്ങൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലുള്ള 2650 ഒരു ടെർമോടെക്കിൻ്റെ PSU ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വിശ്വാസം 3000 അത്യാവശ്യം 4000 രൂപ കൊടുത്ത് തന്നെ ഒരു നല്ലൊരു PSU എടുക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം CPUവിൻ്റെ ഇവിടെ ഹെൽത്തിന് നല്ലതായിരിക്കും. കാരണം ജസ്റ്റ് നമ്മൾ PC ബിൽഡ് ചെയ്തിട്ട് പിന്നെ വിൻ ഫീച്ചർ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു 25K'യിലുള്ളിൽ നല്ലൊരു PC എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഇതിനകത്ത് ബിൽഡിംഗ് വിത്ത് വീഡിയോ ഉൾപ്പെടെ കൊണ്ടുവരുന്നതായിരിക്കും. അത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. ഇപ്പോൾ ജസ്റ്റ് ഈ ലിങ്ക് വീഡിയോസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, CPU വെക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ എല്ലാം വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിളിക്കാം. പീസ് ആവും.